ഹലോ ഫ്രണ്ട്സ്, ഫ്രാക്ഷൻസിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: അരയുടെ അരയെ അര കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുമെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6 എന്ന് പറയുന്ന സംഖ്യയുടെ അര എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും കിട്ടുക? 6 എന്ന് പറയുന്ന സംഖ്യയുടെ അര എന്ന് പറഞ്ഞാൽ 6ന്റെ അര 3 അല്ലേ? ആ 3 എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? 6 ഇൻറ്റു അര മീൻസ് 1/2 അല്ലേ? അപ്പൊ 6 ഇൻറ്റു 1/2 ചെയ്യുമ്പോഴല്ലേ നമുക്ക് 3 എന്ന് പറയുന്ന സംഖ്യ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചേക്കാം. ഇവിടെ 6ന് പകരം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഏതാണ്? അര തന്നെയാണ്. അപ്പൊ അരയുടെ അര എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 1/2 എന്നല്ലേ? ഇതിന്റെ അതേ മീനിങ്. ഇനി ഇതിനെ നമ്മൾ ഏതുകൊണ്ട് ഹരിക്കണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ കിട്ടുന്നതിനെ അര കൊണ്ട് തന്നെ ഹരിക്കുകയും വേണം. ഹരിക്കുക എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യുകയും വേണം. ഓക്കെ അല്ലേ? അപ്പൊ ഒറ്റ സ്റ്റെപ്പിൽ എഴുതുക 1/2 ഇൻറ്റു 1/2 ഡിവൈഡഡ് ബൈ 1/2 എത്ര എന്നാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ അറിയില്ല അല്ലെ? ഇപ്പൊ ഡിവിഷൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? അതിനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡിവിഷൻ അപ്ലൈ ചെയ്യുന്നത് ഫ്രാക്ഷൻസിൽ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. 1/2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ, ഡിവിഷന് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ എന്താണോ അത് അതുപോലെ തന്നെ കൊടുത്തിട്ട് ഡിവിഷൻ എന്ന് പറയുന്ന സിമ്പലിനെ നമ്മൾ ഏത് ഓപ്പറേഷൻ ആക്കും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറ്റും. അപ്പോൾ ഒരു ഓപ്പറേഷൻ ആണ് മാറുന്നത്. അപ്പോൾ ഒരു ചേഞ്ച് എന്തായാലും ഉണ്ടാവും. ആ ചേഞ്ച് ഉണ്ടാവുന്ന രണ്ടാമത് എന്നുവെച്ചാൽ ഡിവിഷന്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഫ്രാക്ഷൻ, അതിന് റെസിപ്രോക്കൽ എടുത്ത് വേണം എഴുതാൻ. അപ്പോൾ 1/2ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ് അല്ലെ? എന്നുവെച്ചാൽ 1/2നെ തിരിച്ചിടുക. തിരിച്ചിടുമ്പോഴത്തേക്കും 2/1 എന്ന് വരും. ക്ലിയർ അല്ലേ? 1/2ന്റെ റെസിപ്രോക്കൽ ആണ് 2/1. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ആയി. നോക്കിക്കേ, ഒരു ന്യൂമറേറ്ററിൽ ഒരു 2ഉം ഡിനോമിനേറ്ററിൽ ഒരു 2ഉം തമ്മിൽ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. കാരണം 2ഉം എന്താവും? കട്ടായി പോയി 1 ആയിക്കോളും. ഇനി ബാക്കി ആരാ ഉള്ളത്? 1/2 മാത്രമല്ലേ ഉള്ളൂ. സോ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? ഓപ്ഷൻ ഡി 1/2 എന്ന് കിട്ടും. ഇനി ഇത് തന്നെ വേറെ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. അരയുടെ അര എന്ന് പറഞ്ഞാൽ എത്രയാണ്? അരയുടെ അര എന്ന് വെച്ചാൽ അരയുടെ പകുതി എന്ന് പറഞ്ഞാൽ കാലല്ലേ? കാല് നമ്മൾ ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ 1/4 എന്നല്ലേ എഴുതുന്നത്. ഇനി ഈ 1/4ന്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 1/2 കൊണ്ട് 1/4നെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. സോ ഇവിടെ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തേ. 1/4ന് ഒരു മാറ്റവും ഇല്ല, അതുപോലെ കൊടുക്കുക. ഡിവിഷൻ സിമ്പലിനെ മാറ്റി നമ്മൾ എന്താക്കണം? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അല്ലാതെ ഫ്രാക്ഷൻസിലെ ഡിവിഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലിക്കേഷൻ ആക്കിയിട്ട് രണ്ടാമത് കിടക്കുന്ന സംഖ്യയുടെ റെസിപ്രോക്കൽ എഴുതാം. 1/2നെ തിരിച്ചിടുമ്പോൾ 2/1. ഇവിടെ നിങ്ങൾ 2ഉം 4ഉം കട്ട് ചെയ്യും. എത്ര ടൈംസ്? 2 ടൈംസ്. ആ 2 എവിടെ വേണം എഴുതാൻ? വലിയ നമ്പറിന്റെ അടുത്ത് വേണം എഴുതാൻ. ഇവിടെ 4 എന്ന് പറയുന്ന നമ്പർ താഴെയാണ് കിടക്കുന്നത്. അപ്പൊ അവിടെ വേണം നിങ്ങളുടെ 2 എന്ന് പറയുന്ന ആൻസർ എഴുതാൻ. സോ ലാസ്റ്റ് ആൻസർ നമുക്ക് എന്ത് കിട്ടും? ന്യൂമറേറ്ററിൽ 1ഉം ഡിനോമിനേറ്ററിൽ ആര് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. സോ ഇങ്ങനെയും നമുക്ക് ആൻസർ 1/2 എത്താം, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് വഴിയും നമുക്ക് ആൻസറിൽ എത്താം. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.